ഇത്തവണ കേരള നിയമസഭയിൽ ബി ജെ പിക്ക് 3 സീറ്റാണ് ലഭിച്ചത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ സീറ്റ് നേടിയിരിക്കുന്നു. ഇത് ഇപ്പോൾ അവർക്ക് പൊടുന്നനെ സംഭവിച്ചതല്ല. ഇതിൻ്റെ ഒരു സൂചന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഈ കേരളത്തിന് നൽകിയിരുന്നു. കാരണം ഈ 3 സീറ്റുകളും കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയ സീറ്റുകളാണ്. അതുകൂടാതെ 2024 ലോക്സഭ വന്നപ്പോഴേക്കും ഈ ജയിച്ചു കയറിയ സീറ്റുകളിൽ ലോക്സഭയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു. ഈ ഒരു അപകടം മുൻകൂട്ടി കണ്ടിട്ടും അതിനെ തടയിടാനായിട്ട് UDF-നും LDF-നും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ മുന്നേറ്റത്തെ നിലനിർത്താനും അത് നിയമസഭയിലെ തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിച്ച് സീറ്റാക്കി മാറ്റാനും ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. അതുമാത്രവുമല്ല, ആറ്റിങ്ങൽ, തിരുവല്ല, പാലക്കാട്, മലമ്പുഴ, മഞ്ചേശ്വരം, കാസർഗോഡ്, തിരുവല്ല തുടങ്ങിയിടത്തൊക്കെ അവർ രണ്ടാം സ്ഥാനമെത്തി. ഇതിൽ ശ്രദ്ധേയമായ കാര്യം തിരുവല്ലയാണ്. തിരുവല്ല അവരുടെ ലിസ്റ്റിലേക്ക് പുതിയതായി കടന്നു വന്ന ഒരു മണ്ഡലമാണ്. ഒപ്പം തന്നെ പാല, ദേവികുളം ഇടുക്കി ജില്ലയിലാണ്. ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ വേരോട്ടം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവിടെ ദേവികുളത്ത് വലിയ രീതിയിൽ വോട്ട് ഉയർത്താൻ കഴിഞ്ഞു. പൂഞ്ഞാറ് പറയുമ്പോൾ PC ജോർജിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൂടുകയായിരുന്നു. 19,000 എന്നുള്ളത് 38,000-ആയി കൂടുക തന്നെയായിരുന്നു. അത് സ്റ്റേബിൾ ആണ്, അത് നിലനിൽക്കുക തന്നെ അവിടെ ചെയ്യും. അത് ബി ജെ പിക്ക് ഉയർന്ന വോട്ടുകളാണത്. അതോടൊപ്പം തന്നെ ഏറ്റവും അതിശയകരമെന്ന് തോന്നുന്നത് കുണ്ട്രയാണ്. കുണ്ട്രയിൽ ഈ ബിഗ് ബോസ് താരം റോബിൻ ആണ് അവിടെ മത്സരിച്ചത്. അവിടെ മുൻപ് 2021 6,097 വോട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ 18,996 വോട്ട്, ഒരു 4 വോട്ടോടുണ്ടായിരുന്നു. 19,000 വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിയുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ്. കുണ്ട്ര പോലൊരു സ്ഥലത്ത് ബി ജെ പി ഒന്നുമല്ലായിരുന്ന സ്ഥലത്ത് 6,000-ൽ നിന്നും 19,000 ആക്കി റോബിൻ ഉയർത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ വർക്കലയിലാണ് വലിയ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. സ്മിത സുന്ദരേശൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വളരെ പൊടുന്നനെ വരികയായിരുന്നു. കുറച്ച് ദിവസം മാത്രമാണ് അവർക്ക് പ്രചരണത്തിന് കിട്ടിയത്. വലിയ രീതിയിൽ തന്നെ ഒരു വോട്ട് ഉയർത്തി, 28,000-ത്തോളം വോട്ട് ഉയർത്തി. മറ്റൊന്ന് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളി വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സുൽത്താൻ ബത്തേരി, ജാനു ഒക്കെ മത്സരിച്ച് ആകപ്പാടെ കുളമായി കിടന്ന ആ സീറ്റിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒറ്റപ്പാലം, അത് ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. 42,000-ന് മുകളിൽ വോട്ട് ഉയർത്തിക്കൊണ്ടാണ് ശ്രീമാൻ മേജർ രവി അവിടെ തന്റെ സാന്നിധ്യം അറിയിച്ചത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗുരുവായൂർ തന്നെയാണ്. ഗുരുവായൂർ ഏതാണ്ട് 29,000 വോട്ട് നേടിയെടുക്കാൻ ബി ഗോപാലകൃഷ്ണൻ കഴിഞ്ഞു. അതൊരു ചെറിയ നേട്ടമൊന്നുമല്ല. കാരണം മുസ്ലിം ഭൂരിപക്ഷമായൊരു നിയോജക മണ്ഡലമാണ്. അവിടെ ഏതാണ്ട് 50-52% മുസ്ലിം വോട്ടുകൾ തന്നെയാണ്. അതിനെയും മറികടന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ആ വോട്ടുകൾ അത്ര ശക്തമായി നിൽക്കുമ്പോഴും 29,000 ചങ്കൂറ്റമുള്ള ഹിന്ദുക്കൾ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ ഏറ്റെടുക്കുകയും നെഞ്ചോട് ചേർക്കുകയും താമരയിൽ വോട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ബി ഗോപാലകൃഷ്ണൻ നമ്മുടെ പ്രചരണത്തിനധികം സമയമൊന്നും ലഭിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ബി ജെ പിയെ സംബന്ധിച്ച് അത് എയും ബിയും സിയും ഒന്നുമല്ലാത്തൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു വലിയ നേട്ടം കൊയ്യാൻ കഴിഞ്ഞതിന്റെ മുഴുവൻ ക്രെഡിറ്റും ബി ജെ പിക്കല്ല, ബി ഗോപാലകൃഷ്ണൻ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്.